നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ത്യൻ ഏവിയേഷൻ രംഗത്തെ ഏറ്റവും ദുഃഖപൂർണമായ ദിവസമാണ് ഇന്ന് കടന്നു പോയിരിക്കുന്നത്. എയർ ഇന്ത്യ 171 ലണ്ടൻ ഗാറ്റ്വിക്കിലേക്കുള്ള യാത്രയിൽ അഹമ്മദാബാദ് എയർപോർട്ടിൽ സർദാർ വല്ലഭായ് എയർപോർട്ടിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത് നിമിഷങ്ങൾക്കകം 32 സെക്കൻഡുകൾക്കുള്ളിൽ തൊട്ടടുത്തുള്ള കെട്ടിടത്തിലേക്ക് തകർന്നു വീണ് ഏകദേശം 240 പേര് മരിച്ചു എന്നുള്ള വിവരം നമുക്ക് എല്ലാവർക്കും അറിയാം. ലോകമാധ്യമങ്ങളും ലോകം മുഴുവൻ ഇപ്പോൾ ഉറ്റുനോക്കുകയാണ് എന്തു പറ്റി എന്നുള്ളതും. കാരണം വേറെ ഒന്നുകൊണ്ടല്ല, 787 എയർക്രാഫ്റ്റ്, ഈ പറയുന്ന ബോയിങ്ങിൻ്റെ ഏറ്റവും സേഫസ്റ്റ് എയർക്രാഫ്റ്റ്, ഏറ്റവും എക്കോണമിക്കൽ, അതായത് അവരുടെ ഏറ്റവും സെല്ലിംഗ് മോഡലാണ്. ഈ 787 കിട്ടാൻ പോലും ഇല്ല. 787ഉം 777ഒക്കെ ബാക്ക് ഓർഡറാണ്. അതുകൊണ്ടാണ് പല കമ്പനീസും ബോയിങ്ങിൻ്റെ 350ലേക്ക് പോകാനുള്ള മെയിൻ കാരണം പ്രൊഡക്ഷൻ വളരെ കുറവാണ്, ഡിമാൻഡും വളരെ കൂടുതലാണ്. ലോങ് ടേം, അതായത് വൈഡ് ബോഡി ലോങ് ട്രാവൽ, ഏകദേശം ഒരു 10 അല്ലെങ്കിൽ 12 മണിക്കൂർ ഫ്ലൈ ചെയ്യാനായിട്ട് ഏറ്റവും സേഫ് ആയിട്ടുള്ള എയർക്രാഫ്റ്റായി കണക്കാക്കുന്നത് ഇപ്പോൾ 777 787 ആണ്. 2012-13 കാലഘട്ടത്തിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ആദ്യമായി ഈ 787 വരുമ്പോഴൊക്കെ ഉറ്റുനോക്കുമായിരുന്നു നമ്മളൊക്കെ. കാരണം പുതിയ ഡിസൈൻ, പുതിയ ഫ്യൂസ്ലാജ്, പുതിയൊരു ഫ്യൂസ് ഡിസൈനായിരുന്നു. സ്ട്രക്ചർ ഡിസൈനൊക്കെ പുതിയ, വിൻഡോ ഒക്കെ വളരെ അതിനൂതനമായിട്ടുള്ള വിൻഡോ ആയി വന്നു. അതായത് മോഡേൺ എയർക്രാഫ്റ്റ്, ന്യൂ ജനറേഷൻ എയർക്രാഫ്റ്റ് എന്നുള്ളവർ ഒരു നെക്സ്റ്റ് ജനറേഷൻ എയർക്രാഫ്റ്റായി അവർ പ്രൊമോട്ട് ചെയ്തു. ഇതവേ സംഭവിച്ചിരിക്കുന്നു, ക്രാഷ് സംഭവിച്ചിരിക്കുകയാണ്. പല തിയറീസും സോഷ്യൽ മീഡിയയിൽ കടന്നു വരികയാണ്. ഞാനിപ്പോഴും പറയട്ടെ, ഇതെല്ലാം സ്പെക്കുലേഷനാണ്. എന്ത് സംഭവിച്ചു നമുക്കൊന്നും അറിയില്ല. ഞാൻ പറയാൻ പോകുന്നതൊക്കെ വെറും സ്പെക്കുലേഷൻ തിയറീസ് മാത്രമാണ്. NTSB, നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അമേരിക്കയിലെ, പിന്നെ അതോടൊപ്പം തന്നെ ഇന്ത്യൻ DGCA, അതോടൊപ്പം തന്നെ ബോയിങ്, ഇവർ 3 പേരും ആയിരിക്കും. NTSB എന്തുകൊണ്ടെന്ന് വെച്ചാൽ അമേരിക്കൻ മെയ്ഡ് എയർക്രാഫ്റ്റ് ആണ്. ഇറ്റ് ഇസ് FAA. അപ്പോൾ അതുകൊണ്ട് FAA വേണ്ടി NTSB വരും. അതോടൊപ്പം തന്നെ ബോയിങ് കമ്പനിയും DGCയും കൂടി ഇനി ബ്ലാക്ക് ബോക്സും, കോക്പിറ്റ് വോയിസ് റെക്കോർഡർ, അതോടൊപ്പം തന്നെ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ, ഇതെല്ലാം കണ്ടുപിടിച്ച ശേഷം നെക്സ്റ്റ് ലെവലിലേക്ക് കടക്കുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് തിയറീസ് പ്രകാരം പറയുന്നത് ഇതൊരു ഡ്യുവൽ എൻജിൻ ഫെയിലിയർ ആണ്. കാരണം നമ്മൾ ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഈ പറയുന്ന എയർക്രാഫ്റ്റ് ഓൾമോസ്റ്റ് 3500 മീറ്ററാണ് ഈ പറയുന്ന സർദാർ വല്ലഭായ് പട്ടേൽ എയർപോർട്ട് അഹമ്മദാബാദിൻ്റെ നീളം, റൺവേ 23. ഈ എയർക്രാഫ്റ്റിനെ പറ്റി പലരും പറയുന്നത് ഇത് നേരത്തെ ടെക്നിക്കൽ സ്നാഗ് ഉണ്ട് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ 787 മോഡൽ കിട്ടാനില്ല. ഈ പറഞ്ഞ വളരെ ലാഭകരമായിട്ടുള്ള റൂട്ടാണ് ഈ പറയുന്ന അഹമ്മദാബാദ് ടു ലണ്ടൻ ഗാറ്റ്വിക്ക്. കാരണം 242 പേര്, അത് നോൺ മെട്രോയിൽ നിന്ന്, നോൺ പീക്ക് സമയത്ത്, ഇതൊരു പീക്ക് സമയം ആവുന്നേ ഉള്ളൂ ഇപ്പോൾ, കാരണം സ്കൂൾ വെക്കേഷൻ വരാൻ പോവുകയാണ്. ഈ സമയത്ത് 242 പേരുണ്ടെങ്കിൽ ഇറ്റ്സ് എ വെരി ഗുഡ്. നോൺ മെട്രോയിൽ പാർക്കിംഗ് ഫീ കുറവാണ്, ഗാറ്റ്വിക്കിലേക്കാണെങ്കിൽ സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് എയർ ഇന്ത്യക്ക് ഇതൊരു ലാഭകരമായിട്ട് റൂട്ടാണ്. ഈ റൂട്ടിൽ ഏതൊരു ഏരിയയും ഡിസ്ട്രപ്ഷൻസ് ഇല്ലാതെ നടത്തിക്കൊണ്ട് പോവുക എന്നുള്ളത് എയർ ഇന്ത്യയുടെ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല തിയറീസും പറയുന്നുണ്ട് ഈ എയർക്രാഫ്റ്റിന് മുമ്പും ടെക്നിക്കൽ സ്നാഗ്, അതായത് എൻജിൻ ഫെയിലിയർ. എൻജിൻ ബോയിങ്ങിൻ്റെ ആണ് എയർക്രാഫ്റ്റെങ്കിലും എൻജിൻ GD ആണ്. 2 തരം എൻജിൻസാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് റോൾസ് റോയ്സിൻ്റെയും GEയുടെയും. റോൾസിൻ്റെ പ്രശ്നം മുമ്പുണ്ടായിരുന്നു, അതുകൊണ്ട് പല കമ്പനിയുടെ റോൾസ് എടുക്കുന്നില്ല. പക്ഷേ 787ൻ്റെ ട്രസ്റ്റഡ് ആയിട്ടുള്ള എൻജിനാണ് GEയുടെ. അതുകൊണ്ട് തന്നെ GEയുടെ എൻജിന് മുമ്പ് പ്രശ്നമുണ്ട്. പക്ഷേ ഇത് റൊട്ടേഷൻ ചെയ്യാന്ന് പറയുന്നത്, കാരണം മെയിൻ്റനൻസ് ചെക്കിന് പോയി കാണുമായിരിക്കും. പക്ഷേ എന്നെങ്കിൽ പോലും ഇത് സത്യമാണെങ്കിൽ എയർ ഇന്ത്യയുടെ വലിയൊരു ശവപ്പെട്ടിക്ക് അവസ്ഥയിലേക്ക് വരും എയർ ഇന്ത്യ. കാരണം വലിയൊരു ഫൈനും അതോടൊപ്പം തന്നെ സത്യസന്ധമായ രീതിയിൽ റിപ്പോർട്ട് പുറത്ത് വന്നു കഴിഞ്ഞാൽ എയർ ഇന്ത്യക്ക് നല്ലൊരു പണിയാവും. കാരണം മെയിൻ്റനൻസ് ലോഗ് ബുക്കിൽ എൻജിനെ പറ്റി റെഫറൻസ് ഉണ്ട്. എന്നിട്ടും എയർ ഇന്ത്യ അത് ഇഗ്നോർ ചെയ്ത് മുന്നോട്ട് പോയി എന്നാണെങ്കിൽ, ബിക്കോസ് ഓഫ് ഇത് ഓപ്പറേഷണൽ റീസൺസ്, അതായത് ഏത് വിധേനെങ്കിലും സെക്ടർ ലൈവാക്കി വെക്കുക എന്നുള്ള ആഗ്രഹം കൊണ്ട് ഈ പറയുന്ന സെക്ടറിൽ എന്തെങ്കിലും, ഈ പറഞ്ഞ വിമാനത്തിൽ എന്തെങ്കിലും മെയിൻ്റനൻസിന് കുറവ് വന്നു കഴിഞ്ഞാൽ എയർ ഇന്ത്യ വിൽ ബി ഇൻ ബിഗ് ട്രബിൾ. കാരണം എയർ ഇന്ത്യനെ ബാൻ ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരെ പോകും. കാരണം യൂറോപ്പിലേക്ക് ബാൻ ചെയ്യും, അതോടൊപ്പം തന്നെ അമേരിക്കയിലേക്ക് എന്തെങ്കിലും. കാരണം എവറിത്തിങ് ഈസ് ഇൻ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് റെക്കോർഡ്. ആ റെക്കോർഡ് അവിടെ സേഫായിട്ട് ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. ഏതർ വേ ഇപ്പം എല്ലാം സ്പെക്കുലേഷനാണ്. ഫസ്റ്റ് സ്പെക്കുലേഷൻ കുറേ പേര് പറഞ്ഞു ഫ്ലാപ്സ് ആക്ച്വലി കോൺഫിഗർഡ് അല്ല, ഫ്ലാപ്സ് യൂസ് ചെയ്തില്ല. ഫ്ലാപ്സ് പറഞ്ഞ് വേറൊന്നുമില്ല, ഫ്ലാപ്പ് ഈസ് എക്സ്റ്റൻഷൻ ഓഫ് വിങ്സിനെ എക്സ്റ്റെൻഡ് ചെയ്യാണ്. ഈ പറയുന്ന ഈ വിങ്സിനടിയിൽ കൂടെ എയർ പാസ് ചെയ്യാൻ വേണ്ടി, അതായത് നമ്മൾ ടേക്ക് ഓഫിന് പോകുമ്പോൾ എന്താ പറയുന്നത്, ഫ്ലാപ്സ് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുന്നതായിരിക്കും. നമ്മൾ ടേക്കും ലാൻഡിങ് വരുമ്പോൾ കയറ്റി വെക്കും, അത്രയേ ഉള്ളൂ പരിപാടി. അപ്പം ഇത് കോൺഫിഗർഡ് ആയിരുന്നില്ല, എക്സ്റ്റെൻഡ് ചെയ്തിരുന്നില്ല എന്ന് പലരും പറയുന്നു. പക്ഷേ മോഡേൺ എയർക്രാഫ്റ്റുകളിൽ 737 ആയാലും ഈ റൺവേയിലേക്ക് പോകുമ്പോഴും ക്യാപ്റ്റൻ ഓഫ് ഫസ്റ്റ് അഡീഷണൽ ത്രസ്റ്റ് കൊടുക്കുമ്പോൾ എയർക്രാഫ്റ്റ് ഓൾറെഡി പ്രോഗ്രാംഡ് ആണ്. അത് സെർട്ടൻ ലെവലിന് ശേഷം ത്രസ്റ്റ് കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇൻപുട്ട് കിട്ടുമ്പോൾ തന്നെ ഫ്ലൈറ്റിന് മനസ്സിലാവും, ഫ്ലൈറ്റ് കൺട്രോൾസിന് മനസ്സിലാവും ഇതൊരു ടേക്ക് ഓഫ് മോഡിലേക്ക് പോവുകയാണ്, ത്രസ്റ്റ് ഈസ് നോട്ട് അലൈൻഡ്.
ആ സമയത്ത് തന്നെ ബീപ് ബീപ് എന്നുള്ള കോക്പിറ്റ് അലാം കൊടുക്കും. അതുകൊണ്ട് തന്നെ ഇതൊന്നും ഒരു കാരണവശാലും ഒരു പൈലറ്റിന് മിസ്സാവാൻ സാധിക്കില്ല. കാരണം അത്ര വലിയൊരു ഓവറൽ അലാംസ് അവർക്ക് കോക്പിറ്റിൽ കിട്ടിക്കൊണ്ടിരിക്കും. മുൻകാലങ്ങളിൽ ഏവിയേഷന് പഠിച്ചതാണ്. കാരണം പല ആക്സിഡൻസും ഇതുപോലെ തിരക്കിൽ പെട്ടുപോയിട്ട് ഫ്ലാപ്പ് സെറ്റ് ചെയ്യാതെ ടേക്ക് ഓഫ് ചെയ്തു, അവർക്ക് ഉദ്ദേശിച്ച ത്രസ്റ്റ് കിട്ടാതെ വന്ന് ഹാസ് എ ക്രാഷ്. അപ്പോൾ അതുകൊണ്ട് അത് റൂൾ ഔട്ട് ചെയ്യാം, അതൊരിക്കലും സാധിക്കില്ല. ലുക്സ് ലൈക്ക് ഇറ്റ് ഈസ് ആക്ച്വലി സിംഗിൾ ഓർ ഡബിൾ എൻജിൻ ഫെയിലിയർ. അങ്ങനെയാണെങ്കിൽ GE വിൽ ബി ഇൻ ബിഗ് ട്രബിൾ. എങ്ങനെ സംഭവിച്ചു ഈ പറയുന്ന എൻജിൻ ഫെയിലിയർ? കാരണം ഏതൊരു പൈലറ്റിനെ പേടി സ്വപ്നമാണ് ടേക്ക് ഓഫ് റോൾ. അതായത് V1 കഴിഞ്ഞു, ഡിസിഷൻ പോയിന്റ് കഴിഞ്ഞു, റൊട്ടേഷന് മുമ്പ് V1 എന്ന് പറയുന്നത് V1 റൊട്ടേഷൻ ഈ പറഞ്ഞ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു എയർക്രാഫ്റ്റിന് സ്പീഡ് ലിമിറ്റ് ഡിസൈഡ് ചെയ്യാണ്. അതായത് 170 നോട്ട്സിലാണ് ടേക്ക് ഓഫ് ഉദ്ദേശിക്കുന്നത്. 150 ഒരു പക്ഷേ V1 ആണെങ്കിൽ V1 കഴിഞ്ഞാൽ ഒരു കാരണവശാലും ടേക്ക് ഓഫ് അബോട്ട് ചെയ്യാൻ സാധിക്കില്ല. യു ഹാവ് ടു കണ്ടിന്യൂ. അപ്പോൾ V1 ശേഷം ഒരു എൻജിൻ ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ യു ഹാവ് ടു കണ്ടിന്യൂ. ഓക്കെ, യു ഹാവ് ടു കോപ്പ്. സിംഗിൾ എൻജിൻ ഫെയിലിയർ, ഡോണ്ട് വറി. ഈ പറഞ്ഞ മോഡേൺ എയർക്രാഫ്റ്റ് എല്ലാം ഈ എയർക്രാഫ്റ്റ് ഈസ് സിംഗിൾ എൻജിൻ ഓപ്പറേഷൻ, ടേക്ക് ഓഫ് ലാൻഡിങ് ചെയ്യാൻ വേണ്ടി ദേ ഹാവ് എക്യൂപ്ഡ്, ക്യാപ്റ്റൻസ് ആർ ട്രെയിൻഡ്. കാരണം പക്ഷേ അവർ ടേക്ക് ഓഫ് ചെയ്യുന്ന ഇമ്മീഡിയറ്റ്ലി ലാൻഡ് ചെയ്യും. കാരണം ഒരു എൻജിൻ ഫെയിലിയർ വന്നാൽ മറ്റ് കാരണം കൊണ്ട് രണ്ടാമത്തെ എൻജിനിലേക്കും ഈ പറയുന്ന റൂട്ട് കോസ് പോകുന്നതുകൊണ്ട് ഇറ്റ്സ് നോട്ട് സേഫ്. ഡെസ്റ്റിനേഷൻ വരെ ഫ്ലൈ ചെയ്യാം ഒരു എയർക്രാഫ്റ്റിന്, വൺ സിംഗിൾ എൻജിൻ ഓപ്പറേഷൻ. പക്ഷേ ആരും പോകില്ല, കാരണം ദേ വിൽ ബി സം റൂട്ട് കോസ്. അപ്പോൾ ഇതിൽ സിംഗിൾ എൻജിൻ ഫെയിലിയർ കാണുന്നുണ്ട്. കാരണം ഇത് റൺവേ ഫുൾ യൂട്ടിലൈസ് ആയിരിക്കുകയാണ്. ഈ വീഡിയോയിൽ കാണുമ്പോൾ ഏറ്റവും അവസാനത്തെ റൺവേയുടെ അവസാനത്തെ പൊടി വരെ പറക്കുന്നുണ്ട്. അതായത് ഏറ്റവും എൻഡ് വരെ എത്തിയിരിക്കുകയാണ്. ദേ യൂസ്ഡ് ഓൾമോസ്റ്റ് എൻ്റെ റൺവേ യൂസ് ചെയ്തിരിക്കുകയാണ്. ദേ മൈറ്റ് ബി എ സിംഗിൾ എൻജിൻ ഫെയിലിയർ ആഫ്റ്റർ V1. അതിനുശേഷം ഇറ്റ് മൈറ്റ് ബി എ ഡ്യുവൽ എൻജിൻ ഫെയിലിയർ ആയിരിക്കാം. കാരണം ലുക്സ് ലൈക്ക് ആകെ 600 ഫീറ്റേ പോയിട്ട് പറഞ്ഞിട്ടേ ഉള്ളൂ. 30-35 സെക്കൻഡ് കൊണ്ട് ഡ്യുവൽ എൻജിൻ ഫെയിലിയർ യു ഡീൽ വിത്ത്. ഐ ഡോണ്ട് നോ ഹു വാസ് ഫ്ലൈങ്, ആരാണ് ഫ്ലൈ നമുക്ക് അറിയാൻ സാധിക്കില്ല. ഫസ്റ്റ് ഓഫീസറോ ക്യാപ്റ്റനോ ആണെങ്കിൽ വി ഡോണ്ട് നോ. ക്യാപ്റ്റൻ ആണെങ്കിൽ ക്യാപ്റ്റൻ ടേക്ക് ദ കൺട്രോൾ വിത്തിൻ 30 സെക്കൻഡ് കൊണ്ട് കൺട്രോൾ എടുക്കുക ടു ഡീൽ വിത്ത് സ്റ്റോൾ. കാരണം ഇമ്മീഡിയറ്റ്ലി സ്റ്റോളിലേക്ക് പോകണം. റിക്കവറി എന്നുള്ള 30 സെക്കൻഡ് കൊണ്ട് ഇറ്റ്സ് ക്വൈറ്റ് ടഫ്, വൺ ഓഫ് ദ നൈറ്റ് മെയർ. ഇത് പ്രോബബിൾ റീസൺസ് പലരും പറയുന്നത് ഇറ്റ്സ് എ ഡ്യുവൽ എൻജിൻ ഫെയിലിയർ. ഹൗ ഹാപ്പൻ, ഇതാണ് സംഭവിക്കുന്നത്. എങ്ങനെയാണ് ഈ ഡ്യുവൽ എൻജിൻ മോഡേൺ എയർക്രാഫ്റ്റിന് എങ്ങനെ എൻജിൻ ഫെയിലിയർ ആയിരിക്കുന്നു ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇറ്റ് മൈറ്റ് ബി എ കണ്ടാമിനേഷൻ, ഇറ്റ് മൈറ്റ് ബി പമ്പ് ഫെയിലിയർ, ഇറ്റ് മൈറ്റ് ബേർഡ് സ്ട്രൈക്ക്, പല റീസൺസ് ആയിരിക്കാം. പമ്പോ ഞാൻ പറഞ്ഞ പല റീസൺസും ആയിരിക്കണം. പക്ഷേ ഇതൊരു ലുക്സ് ലൈക്ക് ഇതൊരു എൻജിന് ത്രസ്റ്റ് കിട്ടുന്നില്ല. ആ വീഡിയോസ്, മൊബൈലിൽ ഷൂട്ട് ചെയ്ത വീഡിയോസിലൊന്നും എൻജിൻ്റെ ഫുൾ പ്രവർത്തന സൗണ്ട് കേൾക്കുന്നില്ല. ഇത് അല്ലെങ്കിൽ എന്തെങ്കിലും റൂം, അതായത് സിംഗിൾ എൻജിനോ അല്ലെങ്കിൽ എന്താ പറയുന്നത് വേറെ എന്തെങ്കിലും ഫ്ലെയിം ഔട്ട് ആണെങ്കിൽ പോലും ഇവർക്ക് എന്താ പറയുന്ന ഒരു 2000 അല്ലെങ്കിൽ 3000 ഫീറ്റ് വരെ പറന്ന ശേഷം അവർക്ക് റൂം കിട്ടും റിക്കവറിക്ക്. ഇവിടെ അത് സംഭവിക്കുന്നില്ല. എൻജിനിലേക്ക് ഫ്യൂവൽ കിട്ടുന്നില്ല. എൻജിൻ ഡൈ ഡൗൺ ആയിരിക്കുകയാണ്. കാരണം അവസാന നിമിഷം കാണാൻ സാധിക്കും പുള്ളി സെയിം മനോവർ പ്രതീക്ഷിച്ചു. കാരണം നോസിൽ പിച്ച് അപ്പ് ചെയ്തിട്ട് ഈ പറയുന്ന വിങ്സിന് അടിയിൽ കൂടെ അല്പം എയർ കടത്തിവിടാൻ ശ്രമിക്കുന്നുണ്ട്. ഹീസ് ട്രൈഡ്, റിക്കവറിക്ക് ശ്രമിക്കുന്നുണ്ട് അവർ 300-400 ഫീറ്റുള്ള നോസ് പിച്ച് ചെയ്യാനായിട്ട്. പക്ഷേ ത്രസ്റ്റ് കിട്ടുന്നില്ല 100%. ഇറ്റ് ലുക്സ് ലൈക്ക് എസ് എൻജിൻ ഫെയിലിയർ. എങ്ങനെ വന്നു എന്നുള്ളത് ചോദ്യചിഹ്നമാണ്. നോക്കേണ്ടിയിരിക്കുന്നു. ഇതൊരു മെയിൻ്റനൻസ് റെക്കോർഡ്. കാരണം ഈ പറയുന്ന എയർ ഇന്ത്യയുടെ മെയിൻ്റനൻസ് എങ്ങനെ നടക്കും എന്നുള്ളതിനെ പറ്റി വലിയൊരു സംശയം, ചോദ്യചിഹ്നമാണ് എയർ ഇന്ത്യക്ക് മുകളിൽ വന്നിരിക്കുകയാണ്. ഇത് എന്തായാലും ഏവിയേഷൻ രംഗത്ത് ഒരുപക്ഷെ പുതിയ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾക്ക് ഒരുപക്ഷെ ഇത് തുടക്കമാകുമെന്ന് പ്രതീക്ഷിക്കാം.